നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയാൽ അവിടെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ഫലം CPM-ന് ഉണ്ടാകുമോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ പറയുന്ന രീതിയിൽ CPM-ന് ഫലം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇതിൻ്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് UDF-നാണ് പിന്തുണ കിട്ടുന്നത്. LDF-നല്ല പിന്തുണ, UDF-നാണ് പിന്തുണ. അപ്പോൾ അത് CPM-ന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ജമാഅത്തിയുടെ പിന്തുണ വാങ്ങിയിരുന്നതാണ്. CPM ഒരു ഘട്ടത്തിൽ പല തിരഞ്ഞെടുപ്പുകളിലും ജമാഅത്തിയുടെ പിന്തുണ വാങ്ങിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജമാഅത്ത് കളം മാറ്റി ചവിട്ടുമ്പോൾ CPM-ന് അത് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ CPM-ന് ഉപതെരഞ്ഞെടുപ്പുകൾ സാധാരണ ഭരണത്തിയിരിക്കുന്നവർക്ക് പ്രതികൂലമായിട്ടേ സംഭവിക്കാറുള്ളൂ. പിന്നെ ചേലക്കര ജയിച്ചത് രാധാകൃഷ്ണൻ എന്നൊരു നേതാവിൻ്റെ ഇമേജ് കൊണ്ട് മാത്രമാണ്. നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെ മണ്ഡലമായതുകൊണ്ട് തന്നെ ഇവിടെ നിലമ്പൂർ ഇപ്പോൾ UDF-ന് ഇപ്പോൾ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ ഇമേജിൻ്റെ പ്രശ്നം മാത്രമേ അവർക്ക് ബാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് മറ്റൊരു മുസ്ലിം സംഘടനയായ UDF-നോടൊപ്പം നിൽക്കുന്ന ലീഗിനെ സംബന്ധിച്ച് ലീഗിന് എന്തുകൊണ്ടും ഇവിടെ ഇവർ ജയിക്കേണ്ടത് ആവശ്യമാണ്. ആര് ജയിക്കേണ്ട ആവശ്യമാണ്? UDF ജയിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ലീഗ് നന്നായിട്ട് പണിയെടുക്കും. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തീർച്ചയായിട്ടും സതീശനിട്ട് പണി കൊടുക്കുക തന്നെ ചെയ്യും. അത്തരത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ അൻവറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ പ്രതിഫലിക്കില്ല. അൻവർ ഫാക്ടറിൻ്റെ ഒരു ഓളം ഉണ്ടായിരുന്നു, അത് അൻവറായിട്ട് തന്നെ തുലച്ചു. അൻവർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് CPM കരുതിയിരുന്നു, CPM-ലെ അനുഭാവികൾ, CPM-വുമായി അടുത്ത് നിൽക്കുന്നവർ, CPM-നകത്ത് പിണറായിസത്തിനെ എതിർക്കുന്നവർ ഒക്കെ അൻവർ ഇറങ്ങിയപ്പോൾ അൻവർ ഇറങ്ങിയതല്ലേ, അൻവർക്കൊപ്പം നിൽക്കാം എന്ന് കരുതിയിരുന്നു. എന്നാൽ അൻവർക്കൊപ്പം ആ നിന്ന ആൾക്കൂട്ടം പോയി. അതായത് അൻവറിൻ്റെ സദസ്സുകളിൽ കണ്ട ആൾക്കൂട്ടം എന്ന് പറയുന്നത് പാർട്ടിയുടെ അണികളുടേതാണ്. പാർട്ടി മെമ്പർമാരുണ്ടെന്ന് വെച്ചാൽ അത് നിരീക്ഷിക്കപ്പെടും. പാർട്ടി മെമ്പർമാർ പങ്കെടുക്കുകയാണെങ്കിൽ അത് നിരീക്ഷണത്തിന് വിധേയമാണ്. പാർട്ടിക്ക് സ്കൂട്ടിനി, പാർട്ടിയുടെ സ്കൂട്ടിനിയിലൊക്കെ അത് വെട്ടും. ഇവൻ അൻവറിൻ്റെ പരിപാടിക്ക് പോയതാണ്, അനുഭാവിക്ക് പോകാം. അനുഭാവി പോയിരുന്നു, അനുഭാവികളുടെ കൂട്ടമാണ് കണ്ടത്. ആ ഒരു ബൂമറങ്ങ് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അൻവറിന് വലിയതായിട്ട് പ്രതീക്ഷിക്കാനില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. സ്വരാജിന്റെ പ്രകടനം മോശമായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അതായത് ഷൗക്കത്ത് തന്നെ ജയിക്കുമെന്ന് തീർച്ചപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയായിരുന്നു? ഷൗക്കത്ത് തന്നെ ജയിക്കുമെന്നാണ് തീർച്ചപ്പെടുത്തുന്നത്. അല്ല, ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സർക്കംസ്റ്റാൻസസിൽ ഷൗക്കത്തിന് ജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വരാജ് ജയിക്കുമെന്നായിരുന്നു. സ്വരാജ് ജയിക്കുമെന്ന് വെച്ചാൽ ഇത് പിണറായി വിജയന്റെ ഒരു കപട ഹിന്ദുത്വ സ്നേഹമാണ്. ഈ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ വെളിവാകുന്നത് പിണറായി വിജയന്റെ കപട ഹിന്ദുത്വ സ്നേഹമാണ്. ഈ കപട ഹിന്ദുത്വ സ്നേഹത്തിൽ വോട്ടർമാർ വീഴണമെന്നില്ല. സ്വരാജ് ഒരു നായർ കാൻഡിഡേറ്റാണ്. തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം എങ്ങനെ ജയിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ ആ ഒരു നായർ കാൻഡിഡേറ്റ് എന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അത് വിജയമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കാണുന്ന ഓളമൊന്നും വോട്ടിൽ സ്വരാജിന് കിട്ടാനുള്ള സാധ്യതയില്ലെന്നാണ് പറയുന്നത്. കാരണം ഷൗക്കത്ത് എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെ ഇമേജാണ് ഈ പറയുന്ന അൻവർ എപ്പോഴും പിടിച്ചുകൊണ്ടിരുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമി, നമ്മൾ വീണ്ടും വിഷയം ജമാഅത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് അതിലേക്ക് തന്നെ നമുക്ക് കാര്യം ചർച്ച ചെയ്യണം. കാര്യം ഇപ്പോൾ ആ ഒരു ചർച്ച വളരെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. കാര്യം ഷൗക്കത്ത് എന്തുകൊണ്ടാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ ജമാഅത്തിയുടെ പിന്തുണ കൊടുക്കുന്നതാണ് കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ തൻ്റെ സിനിമകളിലൂടെ, തൻ്റെ സൃഷ്ടികളിലൂടെ ഏറ്റവും കൂടുതൽ ജമാഅത്തെ വിമർശിച്ച ഒരാളാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ വിമർശിച്ചാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ വെറും പുച്ഛമായിരുന്നു അദ്ദേഹത്തിന്. എന്നിട്ട് അടിയിൽ കൂടെ ലീഗുകാർ തന്നെ അദ്ദേഹത്തിന് വോട്ടിട്ട് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ലീഗിന്റെ വോട്ടാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. ഈ മണ്ഡലം എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ ധാരണയൊന്നുമല്ല. ലീഗിനെ വിമർശിക്കുകയും ലീഗിന്റെ വോട്ടോടുകൂടി ധാരണയൊന്നുമല്ല. ധാരണയൊന്നുമല്ല. ഇപ്പൊ പുറമേ പലരും പലതും കാണിക്കും. ഇപ്പോ എന്താ പറയാ, ഒരാളെ താല്പര്യമില്ല എന്നൊക്കെ തന്നെ കാണിക്കും. എന്നിട്ട് ആ ആളിനെ കൊണ്ടുള്ള നേട്ടമൊക്കെ മനസ്സിൽ ആഗ്രഹിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. കാര്യം ഈ പറയുന്ന പോലെ ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ വോട്ട് അദ്ദേഹം ആഗ്രഹിച്ചില്ലെന്ന് ആര് പറഞ്ഞു? നമുക്കിപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡ് കയറി നമുക്ക് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡ് കയറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആരുടെ? അതാണ് ഞാൻ ചോദിച്ചത്. ലീഗിന്റെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവില്ല. ലീഗിന്റെ ധാരണ പുറമേ ഇല്ല, അകമേ ഉണ്ടാകില്ല.
രണ്ട് വ്യക്തികൾ തമ്മിൽ ഒട്ടും യോജിക്കാത്ത വ്യക്തികളാണെങ്കിൽ എവിടെ പോലും ധാരണ ഉണ്ടാക്കാൻ? അപ്പൊ എങ്ങനെയാണ് ലീഗിന്റെ വോട്ട് കിട്ടിയത്? ലീഗിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, പറയത്തുമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അല്ലെങ്കിൽ പാണക്കാട് ശിഹാബ് അലി തങ്ങളുടെ ഫാമിലിയോ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, ഒരു മുസ്ലിം നാമധാരി ജയിക്കേണ്ടത് ലീഗിന്റെ ആവശ്യമാണ്. ഒരു മുസ്ലിം നാമധാരി ജയിക്കേണ്ടത് ലീഗിന്റെ ആവശ്യമാണ്. ഇപ്പൊ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ടത്, ആ ഒരു മുസ്ലിം നാമധാരി ജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആരുടെ ആവശ്യമാണ്? ലീഗിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജോയിയെ സ്ഥാനാർത്ഥി ആക്കിയില്ല എന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് അവർ ഇറങ്ങിയിരിക്കുന്നത്, ലീഗ് ഇറങ്ങിയിരിക്കുന്നത്. ഒക്കെ തീരട്ടെ, സതീഷ് അതിനെ തൂക്കിപ്പിടിക്കും ഉറപ്പാ എന്ന് അവർ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ആരെന്നാ വിചാരിക്കുന്നത്? വി.ഡി. സതീശൻ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട്. കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ടാമത്തെ ആളാണ്. ഏതിനകത്ത്? UDF-നകത്ത്. ഒരു വേള കൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ലീഗ് ഇല്ല, ലീഗ് തീർന്നു. അതുകൊണ്ടാണ് ലീഗ് ഈ കളിയെല്ലാം കളിക്കുന്നത്. ലീഗിന്റെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ ആര്യാടൻ മുഹമ്മദ് ഇത്തരത്തിൽ വിമർശിച്ചിരുന്ന സമസ്ത, സുന്നി, എന്തിനു പറയുന്ന ഈ മതസംഘടനകളെ ഒക്കെ വിമർശിച്ചിരുന്ന അവരുടെ എല്ലാം വോട്ട് അദ്ദേഹത്തിന്റെ മകന് കൊടുക്കാൻ അവർ സർവ മനസ്സാലെ അവർ അവരുടെയും കൂടി ഒരു ആവശ്യമായിരിക്കും. ആണ്, അവരുടെ കൂടെ ആവശ്യമാണ്. കാര്യം ഭരണമില്ലെങ്കിൽ തീർന്നു. അടുത്ത ഇതൊരു ചൂണ്ടുപലകയാണ് എന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് ആ ചൂണ്ടുപലകയിലേക്ക് ചൂണ്ടുമ്പോൾ അതിൽ തന്നെ ഒടിഞ്ഞു വീണാൽ ഷൗക്കത്ത് പറഞ്ഞില്ലെങ്കിൽ അവർ കൊടുക്കും എന്നുള്ളത് തന്നെയല്ലേ? അതാണല്ലോ ഞാനും പറഞ്ഞത്. ഞാനും അത് തന്നെയാ പറഞ്ഞത്. അതായത് ഷൗക്കത്ത് പറഞ്ഞത് വ്യക്തമായില്ല, അതുകൊണ്ടാണ്. അയച്ചാൽ അവർക്ക് ഷൗക്കത്തിനെ സംബന്ധിച്ച് ഷൗക്കത്തിന് വോട്ട് കിട്ടിയാലും ഇല്ലെങ്കിൽ UDF എന്ന് പറയുന്ന ഒരു ബാനറുണ്ട്. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും നിൽക്കുന്ന ഒരു ബാനറുണ്ട്. ആ ബാനറിന് ഒരു വിലയുണ്ട്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസ്ഥാനത്തിലാണ് വില. ആ പ്രസ്ഥാനമാണ് അയ്യപ്പദാസ് അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത്, അയ്യപ്പദാസ് സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് പറയുന്നത്, അയ്യപ്പദാസ് അത് ചെയ്യട്ടെ എന്ന് പറയുന്നത്. അല്ലാതെ അയ്യപ്പദാസ് അവിടെ പ്രസക്തനൊന്നുമല്ല. അയ്യപ്പദാസ് ആസ് ആൻ ഇൻഡിവിജ്വൽ. ആ പുറഞ്ചോട് പൊടിച്ചു പോയി കഴിഞ്ഞാൽ അയ്യപ്പദാസ് ഒന്നുമല്ല. അപ്പോൾ ഷൗക്കത്തിനെ സംബന്ധിച്ച് ഷൗക്കത്ത് ഒരു ചുക്കുമല്ല. ഷൗക്കത്തിന് ഈ പറയുന്നവർ പറയുന്ന കാര്യങ്ങൾ ഷൗക്കത്ത് പോയി ചോദിച്ചാലും ഇല്ലെങ്കിലും ഈ പറയുന്നവർ കൊടുക്കും. കാര്യം അവർക്ക് വോട്ട് വേണ്ടതാണ്, അവർക്ക് ജയിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ ഇപ്പൊ ലീഗിന് അവരുടെ ആവശ്യമാണ്. ലാസ്റ്റ് പിടിവള്ളിയാ. ഇതിൽ ജയിച്ചില്ലെങ്കിൽ അവർ തീർന്നു, അത്രേ ഉള്ളൂ. അല്ല, ഇതിൽ വേറൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിക്ക് അവരുടെ പിടിവള്ളി, ജമാഅത്ത് ഇസ്ലാമിക്ക് ലീഗിന് അവരുടെ പിടിവള്ളി. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അവരുടെ നേട്ടങ്ങൾക്ക് അവർക്കിത് ചെയ്തേ പറ്റൂ. അവർക്ക് ഇപ്പൊ വേണ്ടെന്നും. ഇപ്പൊ ഷൗക്കത്തിന്റെ സിനിമകളിലൊക്കെ എന്തായിരുന്നു അവർ ചെയ്തത്? അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു? ഷൗക്കത്തിന്റെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം തീവ്രവാദത്തെ, പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള മോശമായ പെരുമാറ്റത്തെ ഒക്കെ വിമർശിച്ച ആളാണ് ഷൗക്കത്ത്. ആ ഷൗക്കത്തിന് ഇതാ ഇപ്പൊ വോട്ട് കൊണ്ടുവന്ന് കൈ കൊടുത്തിരിക്കുക. 1500 ഗതികേടാണ്. അതാ ഞാൻ പറഞ്ഞത്. ഗതികേട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, പ്രസ്ഥാനമാണ്. ഇപ്പൊ ഷൗക്കത്ത് UDF എന്ന് പറയുന്ന ഒരു ഈ കൂട്ടുമുന്നണിയുടെ ഭാഗമാണ്. അതാണ് മുരളീധരൻ പറഞ്ഞത്. മുരളീധരൻ ഇപ്പൊ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ അൻവർ വന്നു, അൻവറിനെ കൂടെ നിർത്തേണ്ടതായിരുന്നു. അതിൽ ആസ് എ ഇൻഡിവിജ്വൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? UDF ആണ് തീരുമാനിക്കാനുള്ളത്. 25,000 വോട്ടിനെങ്കിലും ഷൗക്കത്ത് ജയിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അവിടെയാണ് പാലക്കാട് അവർ ജയിച്ചത്. പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് ജയിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിന് സമസ്ത, സുന്നി, ഇനി ഇല്ലാത്ത ഏത് മുസ്ലിം സംഘടനയുണ്ട് വോട്ട് കൊടുക്കാത്ത? വെറും 1500-500 വോട്ട് കാണും. ജയിച്ചതിന്റെ മാമാങ്കം നിങ്ങളും കണ്ടതല്ലേ? പാലക്കാട് നഗരത്തിൽ കാണിച്ച ഷോ നിങ്ങൾ കണ്ടതല്ലേ? പച്ചക്കൊടി എന്തുമാത്രം ഉണ്ടായിരുന്നു? LDF-ന്റെ അല്ലെ UDF-ലെ കോൺഗ്രസിന്റെ കൊടിയേക്കാളും ഉണ്ടായിരുന്ന പച്ചക്കൊടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇലക്ഷൻ ആകുമ്പോൾ ഒരു കച്ചിത്തുരുമ്പിന്റെ വോട്ട് പോലും കളയാൻ പാടില്ല. കച്ചിത്തുരുമ്പിന്റെ വോട്ട് പോലും കളയരുത്, വാങ്ങിക്കരുത്. ഇപ്പോ ഗോവിന്ദൻ എന്ന് ഉത്തരവ്. ഇതൊരു ഉപതിരഞ്ഞെടുപ്പാണ്. ഈ ഉപതിരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് ജയിക്കുന്നു. പക്ഷെ അത് ജയിച്ചു എന്ന് കരുതി പക്ഷെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതേ പ്രകടനം എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇന്നത്തെ മനസ്സല്ലല്ലോ നാളത്തെ മനുഷ്യൻ. അല്ല, ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും കുത്തുന്നവർ CPM-നോട് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നവർ ഒരുപാടുണ്ട്. അടിമകളല്ലേ? അടിമകളാണ്. അടിമകൾ എന്നും. ഇപ്പൊ ഞാൻ പറയട്ടെ, കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടായിട്ടും CPM തന്നെയാണ് ജയിച്ചത്. അത് അൻവറല്ലേ ജയിച്ചത്? 2000 വോട്ടിനാണ് അൻവർ ജയിച്ചത്. അല്ല, നിലമ്പൂരത്തെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. നിലമ്പൂർ ഇപ്പൊ ഷൗക്കത്ത് ജയിക്കുന്നു. അതൊരു പക്ഷെ ഒരു പ്രതീക്ഷയായിരിക്കാം UDF-ന്. പക്ഷേ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കാര്യമായിട്ടുള്ള ഒരു പ്രതിഷേധമോ ഒരു കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം മുൻനിർത്തിക്കൊണ്ട് UDF ചെയ്തിട്ടേയില്ല. പക്ഷെ അത് നമ്മള് ഈ പറയുന്ന പോലെ ജ്യോതികുമാർ ചാമക്കാലയെ പോലെയുള്ള, ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല, അവരുടെ നേതാക്കളുമായി നമ്മൾ സംസാരിച്ചു നോക്കട്ടെ.
അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മുൻപന്തിയിലേക്ക് വന്നു. പക്ഷെ ഇത് ജനങ്ങൾ കൂടി അറിയണ്ടേ ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? ജനങ്ങൾക്ക് ബോധ്യമാണോ അല്ലയോ എന്നുള്ളത് വോട്ടിലൂടെയാണ് തീരുമാനിക്കാനുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇനി വരുന്ന 10 മാസം ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവരെന്താ ചെയ്തത്, ഇനി ഇവരെന്താ പ്രതിഷേധം നടത്തിയത്, ഈ വരുന്ന 10 മാസം ഇനി അടുത്ത ഇവർ എന്തൊക്കെ ഗിമ്മിക്കുകൾ കാണിക്കാൻ പോകുന്നു, വോട്ട് പെട്ടിയിലാക്കാൻ CPM എന്തൊക്കെ ഗിമ്മിക്കുകൾ നടത്താൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പം ജമാഅത്തേക്ക് 1500 വോട്ടൊക്കെ വരത്തുള്ളൂ ആ ഒരു മണ്ഡലത്തിൽ. ഈ 1500 വോട്ടിൽ അവർ കാണിക്കുന്ന ഒരു കാണിപ്പ് കണ്ടു കഴിഞ്ഞാൽ 1,50,000 വോട്ടുണ്ടെന്ന് അവർ കാണിക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്തെ വെറും 1500 വോട്ടേ ഉള്ളൂ. ഈ 1500 വോട്ടിന്റെ പുകിലാണ് ഈ കാണിക്കുന്നത്. ഏതൊന്നല്ല ഇലക്ഷന്റെ സമയത്ത് ഇത്തരത്തിൽ കുറച്ച് നമ്പറുകൾ കാണിക്കേണ്ടത് അവരുടെയും കൂടെ ആവശ്യമാണ്. കാര്യം ഈർക്കിൽ പാർട്ടികൾക്ക് ഇപ്പോഴേ ആളാവാൻ കഴിയുള്ളൂ. കാര്യം ഒരു വോട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ 5 വോട്ടുണ്ടെങ്കിലും അതിന് വിലയുണ്ട്. ഇപ്പൊ ഗോവിന്ദനായിരുന്നാലും ബാക്കി മറ്റുള്ളവർക്കായിരുന്നാലും ഇപ്പോൾ ആകെ ഈർഷ്യതയാണ്. കാര്യം ഇത്രയും കാലം കൂടെ നിന്നവരാണ് ജമാഅത്ത്. ഇതാ ഇപ്പൊ കാലുവാരി, അതിലവർക്ക് ഈർഷ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന എം സ്വരാജൊക്കെ കാലങ്ങൾ കഴിയുമ്പോൾ CPM വിട്ട് ഒരു BJP കാരനായി. ഇപ്പൊ തൃപ്പൂണിത്തുറ എന്ന് ചോദിച്ചൊരു വിശ്വനാഥ മേനോനുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ SSLC കാലത്തൊക്കെ വിശ്വനാഥ മേനോൻ എന്ന് പറഞ്ഞ ഒരു CPM കാരനെ ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തുറ. അദ്ദേഹം മരണപ്പെടുമ്പോൾ ഒരു BJP കാരനായിട്ടാണ് മരിക്കുന്നത്. നമുക്കൊരു വ്യക്തിയെ കണ്ടാൽ തന്നെ അറിയാം ഇത് എത്ര നാൾ ഈ പാർട്ടി സ്നേഹം ഈ വ്യക്തിയോടൊപ്പം ഉണ്ടാകും എന്നുള്ളത്. എം സ്വരാജൊക്കെ കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ കാണിക്കും. എം സ്വരാജൊക്കെ ഒരു തിരിച്ചിട്ടാൽ ഒരു BJP സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ കൊണ്ടാക്കിയത്. ഇപ്പം അദ്ദേഹം എന്തെല്ലാം നമ്പറുകൾ അവിടെ ഇറക്കി. മീരയെ കൊണ്ടുവന്നു, KR മീരയെ കൊണ്ടുവന്നു. എന്തിനാണ് സാഹിത്യകാരൊക്കെ അവിടെ ഒന്ന് സംസാരിക്കേണ്ടത്? സാഹിത്യകാർ പറഞ്ഞാൽ വോട്ട് കിട്ടും. എം സ്വരാജ് എന്ന് പറയുന്ന ഒരു വായനക്കാരനാണ്, വാഗ്മിയാണെന്ന് ഇനി മീര പറഞ്ഞാലേ അറിയാവുള്ളൂ. ഏതായാലും നമ്മൾ വിഷയം മാറ്റണ്ട. ഈ പറയുന്ന എം സ്വരാജിന് ശക്തമായിട്ടെന്ന് പറഞ്ഞാൽ ബൈ പൊളിറ്റിക്കലി എതിരാളി അല്ല ഷൗക്കത്ത്, ബൈ പൊളിറ്റിക്കലി വ്യക്തിപരമായിട്ട് എതിരാളിയല്ല ഷൗക്കത്ത്. എങ്കിലും ഷൗക്കത്തിന് ജമാഅത്തിന്റെ വോട്ട് വേണ്ട എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിലും ഷൗക്കത്തിന് ഇവരുടെ വോട്ട് കൊടുക്കും. ഷൗക്കത്ത് ഒരു 2000 വോട്ടിനോ 1500 വോട്ടിനോ ഏറ്റവും കൂടുതൽ ഒരു 4000 വോട്ടിനോ ജയിക്കുമെന്ന് തന്നെ ഈ നിലമ്പൂർ ഭൂമികയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ നമുക്ക് രാവിലെ ഒരു വാർത്ത അത് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം സംസാരിച്ചത്.